അനുവദിച്ചിട്ടില്ലെന്നും അതിനാലാണ് ഐസക്കിന് സമൻസ് അയച്ചതെന്നും ഇ ഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. ഇ ഡിയുടെ അന്ത്യശാസന നോട്ടീസ് കിട്ടിയെന്ന് തോമസ് ഐസക്. കോടതിയിലിരിക്കുന്ന കേസിൽ കോടതിയിൽ നിന്ന് തന്നെ സംരക്ഷണം തേടും. ചെന്നില്ലെങ്കിൽ ഇ ഡി മൂക്കിൽ കയറ്റുമോ എന്നും ഇത് കേരളമാണെന്ന് ഇ ഡി ഓർക്കണമെന്നും തോമസ് ഐസക് പത്തനംതിട്ടയിൽ പറഞ്ഞു. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് കോടതിയിൽ തിങ്കളാഴ്ച പെറ്റീഷൻ സമർപ്പിച്ച് വാദം കേൾക്കും. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആവശ്യം. അന്ന് ചെന്നില്ലെങ്കിൽ എന്താ മൂക്കിപ്പൊടിയാക്കും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ ഇവിടെ ആർക്കും ഇ ഡി പേടിയൊന്നുമില്ല കേട്ടാ. അത് വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് വല്ലതും നോക്കി വെച്ചാൽ മതി. മറ്റു വാർത്തകളിലേക്ക്. ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം. ലിംഗഭേദമന്യേ എല്ലാ കോഴ്സുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കും. ഇതോടെ മോഹിനിയാട്ടം പഠിക്കാൻ ഇനി മുതൽ ആൺകുട്ടികൾക്കും അവസരം ലഭിക്കും. ഇന്ന് ചേർന്ന